സ്കൂൾ കായികമേളയിൽ മാർബേസിൽ പോൾ വോട്ടിൽ ഒരു സ്വർണം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇക്കുറി കഴിഞ്ഞ തവണ വെള്ളിയായിരുന്ന മെഡൽ സ്വർണമാക്കി മാറ്റിയിരിക്കുന്നത് എമിയാണ്. എമി കഴിഞ്ഞ പ്രാവശ്യം വെള്ളിയായിരുന്നു. അതെ, സ്വർണമാക്കാൻ സാധിച്ചു. ഇപ്രാവശ്യം വളരെ സന്തോഷമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പരിശീലനം കാര്യങ്ങളൊക്കെ? പരിശീലനങ്ങൾ കുഴപ്പമുണ്ടായില്ല. ഞങ്ങൾ ഈ വർഷം അങ്ങനെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ സിന്ദറൊക്കെ പോയി കിടക്കുക, കാരണം ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ഞങ്ങൾ തൃശ്ശൂർ പോയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ. വിചാരിച്ച പോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ജില്ലയിലില്ലായിരുന്നോ? ഇല്ലായിരുന്നില്ല. തൃശ്ശൂർ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലായിരുന്നു ഞങ്ങൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ചും കൂടെ ഒരു ബെറ്റർ പെർഫോമൻസ് നടത്താമായിരുന്നു തോന്നിയെന്ന്? നടത്താമായിരുന്നു, പക്ഷേ എന്തോ പറ്റിയില്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് നാഷണൽസിന്റെ ഒരുക്കങ്ങളൊക്കെ? എന്താ നാഷണൽസ് ഇതിലും ബെസ്റ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ബെസ്റ്റ് ചെയ്യും. നിലവിൽ എത്രയാണ് മികച്ച സമയം ചാടിയിട്ടുള്ളത്? അങ്ങനെ പറയാനായിട്ട് ഞങ്ങൾ ഗ്രൗണ്ടിൽ ജസ്റ്റ് ചെയ്യുന്നതാണ്, അങ്ങനെ നോക്കിയിട്ടില്ല ബെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നാഷണൽസിൽ മെഡൽ ഉറപ്പിക്കാം നമുക്ക്? മെഡൽ ഉറപ്പിക്കാം. ശരി, അപ്പോൾ മാർബേസിൽ പോൾ വോട്ടിൽ അവരുടെ സ്വർണ്ണവേട്ട തുടരുകയാണ്. തിരുവനന്തപുരത്തു നിന്നും ദീപകിനൊപ്പം മനീഷ മാത്യു, ന്യൂസ് മലയാളം.